ചെറിയ കുട്ടികളെ സൂറത്തുൽ ഖദർ ഓതി മന്ത്രിച്ചാൽ ഭാവിയിൽ സുരക്ഷിതത്വം ഉണ്ടാകും. ഇത് എത്ര നേരത്തെ ചെയ്യാൻ കഴിയുമോ അത്രയും നേരത്തെ ചെയ്യുക. വിശ്വാസമില്ലാത്തവർക്ക് ഇത് കേൾക്കുമ്പോൾ വിമർശിക്കാം. ദുനിയാവാണ്, പട്ടി കുരക്കും ഇടിവെട്ടും. ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത് ചെയ്യും. ഒരു മഹാനോട് വഫാത്തിന് ശേഷം സ്വപ്നത്തിൽ കണ്ടാൾ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു മരണവേദന? മഹാന്റെ മറുപടി, മരണവേദന ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാനൊരു ഫിഖിന്റെ മസല ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ ആസ്രായിൽ വന്നിട്ട് റൂഹ് പിടിച്ചിട്ട് ഒറ്റ പോക്ക്. എന്റെ റൂഹ് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. മസലന്റെ മധുരം കൊണ്ട് ഇതൊന്നും അറിഞ്ഞിട്ടെങ്കിലോ. കുളിച്ച് വൃത്തിയായി സുഹൈൽ ബുഖാരി എടുത്ത് സുഗന്ധം പൂശി കഫമുട വിരിച്ച് അതിലിരുന്ന് ബുഖാരി ഓതി മുത്തം കൊടുത്തിട്ട് നെഞ്ചോട് ചേർത്തിട്ട് അവസാനിമാ വഫാത്തായത്. സൂഫി എന്തിന്? മുത്താലിമായിട്ട് മരിച്ച പവറുണ്ടല്ലോ അതുകൊണ്ട്. നമ്മൾ എങ്ങനെയായിരിക്കും മരണപ്പെടുക? ഖാലിദ് ബിൻ മുഅ്ദിൻ എന്ന് പറയുന്ന പണ്ഡിത ശ്രേഷ്ഠൻ, ആയിരക്കണക്കിന് തസ്ബീഹ് ഡെയിലി ചൊല്ലുന്ന മഹാൻ, അൽ-ഹാമിലിൽ ഫതാവയിൽ കാണാം വഫാത്തായിട്ട് കറാമത്ത് എന്നോണം പഴയ അർത്ഥത്തിൽ ശീലത്തിൽ മഹാനവറുകൾ വഫാത്തായിട്ട് ജനാസ കട്ടിൽ ഇങ്ങനെ കടത്തുമ്പോൾ ഓരോ വിരൽ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. പഴയ ശീലത്തിൽ തസ്ബീഹിന്റെ ശീലത്തിൽ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. നമ്മളാൻ്റെ മരിച്ചാൽ വിരൽ അനങ്ങുവാണെങ്കിൽ കൈ അനങ്ങുവാണ്. ആദ്യം കീശ വരുത്തും. ആ മെല്ലെ ഫോണ് ചെറുത് മേശമലുണ്ട്, മെല്ലെ ഫോണ് മരിക്കുമ്പോൾ. ഒരു മഹാനോട് വഫാത്തിന് ശേഷം സ്വപ്നത്തിൽ പാപം ചെയ്താലും കണ്ടുപിടിച്ചാലും വിഭജിച്ചാലും പരിശോധിച്ചാലും തോന്നിമാസം കാണിച്ചാലും എത്ര വലിയ വൃത്തികേട് കാണിച്ചാലും അള്ളാനോടും പറ, അള്ള പുറത്തു തരും. അള്ളാഹു ഗഫൂറാണ്, അള്ള റഹീമാ. ഈ നിന്റെ അള്ള ആരെന്നറിയോ? 100 കൊല ചെയ്തവനും പുറത്തു കൊടുത്തവനാണ്, വിചാരികൾക്കും പുറത്തു കൊടുത്തവനാണ്, സ്വന്തം മക്കളെ ജീവനോടെ കുടിച്ചു കൂടിയവർക്കും പുറത്തു കൊടുത്തവനാണ് നിന്റെ അള്ളാഹ്. എന്തിനാ പേടിക്കുന്നത്? അള്ളാന്റെ ഖുർആൻ പറഞ്ഞതല്ലേ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, നമുക്ക് അള്ളാഹുടെ മുന്നിൽ ചെയ്തുപോയ പാപങ്ങൾ മുഴുവനും ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് ദുആ ചെയ്ത് പിരിയാം. നാളത്തേക്ക് മാറ്റിവെക്കരുത്.